വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് ജോജോ ജോർജ് പറഞ്ഞ ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അതിന് ഞാനിവിടെ 1/2 കിലോ ബീഫ് എടുത്തിട്ട് ഉപ്പും കുരുമുളകും ചേർത്ത് കുക്കറിലിട്ടൊരു 3 ബിസിലടിച്ചെടുക്കണ്ടേ. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്കൊരു 8 കാഷ്നട്ട് എടുത്തിട്ട് ചൂടുവെള്ളം ഒഴിച്ച് വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില ഇത്ര അരിഞ്ഞു വെക്കാം കേട്ടോ. ഇനി ഞാനിവിടെ 1-ാം പാലും 2-ാം പാലും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 2-ാം പാലാണ്. പിന്നെ അതിലേക്ക് വേണ്ടത് ക്യാരറ്റും പൊട്ടറ്റോയുമാണ്. അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസസ് വേണേ. 2 ഗ്രാമും 2 ഏലക്കയും 5 കുരുമുളകും 1 കഷ്ണം പട്ടയും 1 ബേ ലീഫും കേട്ടോ. ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ടേ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഈ സ്പൈസസ് എല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനൊരു 4 വെളുത്തുള്ളിയാണ് എടുത്തത്. എൻ്റെ ഇവിടുത്തെ വെളുത്തുള്ളി വലുതായതുകൊണ്ട് ഒരു 4 കഷ്ണം എടുത്തേക്കിന്. നിങ്ങളുടെ വെളുത്തുള്ളി ചെറുതാണെങ്കിൽ ഒരു 8 എണ്ണം എടുക്കും കേട്ടോ. ഇനി ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമുക്കിനി അതുകൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കാം. ഇനി നമുക്കതിലേക്ക് ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഒരു ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഒത്തിരി ഉള്ളിയൊന്നും എടുത്തിട്ടില്ല കേട്ടോ. കുറച്ച് ബീഫല്ലേ ഉള്ളൂ. ഇനി നമുക്കതൊന്ന് ഇട്ട് ഇളക്കിയിട്ട് ഇനി അതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് അതെല്ലാം ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാവേ. വഴറ്റി കൊടുത്തിട്ട് ഇനി നമുക്ക് അതിലേക്ക് ഇടാനുള്ളത് ക്യാരറ്റും പൊട്ടറ്റോയാണ്. നമുക്കത് രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം. അതിട്ട് കൊടുത്തിട്ടും നമുക്കൊന്ന് ഇളക്കി കൊടുക്കണേ. അതിൻ്റെ മുന്നേ കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ബീഫ് വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചത്. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പേ ഇവിടെ ഇടാവുള്ളേ. ഇനി നമുക്ക് ഉപ്പും കുരുമുളകും ഇട്ട് 1/4 വേവാക്കിയെടുത്ത ബീഫില്ലേ, ഫുള്ള് വേവിക്കല്ലേ, 1/4 വേവാക്കിയെടുത്ത ബീഫ് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടത് തേങ്ങാപ്പാൽ പിഴിഞ്ഞാണ്. ഞാനിവിടെ ഒരു മുറി തേങ്ങയാണ് എടുത്തത്. അത് ചിരവി അതിൻ്റെ പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അതിൻ്റെ 2-ാം പാൽ നമുക്ക് ഒഴിച്ച് കൊടുക്കാം. 2-ാം പാൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് അത് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ. 1-ാം പാൽ ഒരു 1/2 കപ്പും 2-ാം പാൽ ഒരു കപ്പുമാണ് എടുത്തേക്കുന്നത്. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കുന്ന കാഷ്നട്ട് അരച്ച പേസ്റ്റൂടെ ഇതിലിട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒന്ന് വേവിക്കണേ. ഇനി നമുക്ക് അതൊന്ന് വെന്ത് കഴിയുമ്പോൾ തുറന്നിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഒന്ന് ഉപ്പൊക്കെ നോക്കിക്കോളി. ഉപ്പ് എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ ഒന്ന് ഇട്ട് കൊടുക്കണേ. അതിട്ട് കൊടുത്തിട്ടും ഒന്ന് ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് വലിയ പണിയൊന്നുമില്ല. ഏകദേശം നമ്മുടെ ലാസ്റ്റ് സ്റ്റേജിലെത്തി. ഇനി നമുക്ക് 1-ാം പാലില്ലേ അതോടെ ഒഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കിയിട്ട് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് ഫൈനലായിട്ട് ഇടാനായിട്ടുള്ള വറവ് റെഡിയാക്കണം. അതിന് ഒരു പാൻ വെച്ചിട്ടേ നമുക്കതിലേക്ക് വെളിച്ചെണ്ണ തന്നെ ഒഴിച്ച് കൊടുക്കണേ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ചെറുള്ളി ഉണ്ടെങ്കിൽ ചെറുള്ളി ഇട്ട് കൊടുക്കാം. എൻ്റെ അടുത്ത് ചെറുള്ളി ഇല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ സവോളയാണ് ഇട്ടത്. ഇനി അതിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴട്ടാം. പിന്നെ കാഷ്നട്ട് കൂടി ഇട്ട് കൊടുത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ലാസ്റ്റ് നമ്മുടെ സ്റ്റൂവിലേക്ക് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്ത് സപ്പോർട്ടാക്കണേ. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. എന്തായാലും നിങ്ങൾ ഈ ബീഫ് സ്റ്റൂ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത റെസിപ്പി ആയിട്ട് കാണാം.